അമ്മേ, അമ്മച്ചി, എന്താടാ മേരി എങ്ങോട്ടാ പോയത്? അവള് സിസ്റ്റർ മെർലിറ്റെ കാണാൻ കോൺവെന്റിൽ പോയി. അമ്മച്ചി കോൺവെന്റിലേക്ക് ഒന്ന് വിളിച്ചേ. സിസ്റ്റർ മേരിയുടെ അമ്മച്ചിയാ. മോളവിടെ വന്നിരുന്നോ? അവളവിടെ ചെന്നിട്ടില്ലാന്ന്. എന്താടാ ജോണിച്ചായ, ചതിവ് പറ്റുമെന്നൊരു സംശയം. ആ സോളമനെ രാവിലെ മുതൽ കാണാനില്ല. കവലയിൽ ഒരു ന്യൂസ് വരുന്നിട്ടുണ്ട്, അവൾ ആ സോളമന്റെ കൂടെ ഒളിച്ചോടിപ്പോയെന്ന്. അപ്പൊ ഇതൊക്കെയാണ് സോളമന്റെ പ്രശ്നങ്ങൾ. ധൈര്യമില്ലാത്ത താനെങ്ങനെ ഈ കുട്ടിയെ സ്നേഹിച്ചു? ഇത്രയും അടി കൊണ്ടിട്ടും ഈ കുട്ടിയോടുള്ള സ്നേഹം എന്തുകൊണ്ട് പോയില്ല? പ്രശ്നങ്ങളെ നേരിടാനുള്ള ധൈര്യം ഇല്ലെങ്കിൽ ഈ ഇഷ്ടമൊക്കെ വേണ്ടെന്ന് വെച്ചൂടെ? അപ്പൊ തന്റെ മനസ്സിൽ ധൈര്യമൊക്കെ ഉണ്ട്. യാതൊരു കാര്യപ്രാപ്തി ഇല്ലെങ്കിൽ തനിക്കൊരു സംവിധായകനാകാൻ കഴിയില്ല, സീരിയൽ ഡയറക്ടർ ചെയ്യാനും കഴിയില്ല. താനൊരു കാര്യം ചെയ്യും, ആദ്യം ആ സീരിയൽ അങ്ങ് പൂർത്തിയാക്കുക. അതൊന്നും ഇനി നടക്കൂല പോത്തൻ ഡോക്ടറെ. യൂദാസായിട്ട് അഭിനയിക്കുന്നവൻ വാർക്കപ്പണി കളഞ്ഞു വരാൻ പറ്റില്ലെന്ന് പീലാത്തോസിനെ വിളിച്ചപ്പോ അവൻ പിന്നെയും കൈയഴുകി. തട്ടുകടയിലെന്നും പ്ലേറ്റ് എഴുകലാ പണിയുന്നു. എല്ലാം പോട്ടെ, ഉണ്ണീശുണ്ടല്ലോ വല്ലാണ്ട് വളർന്നു വലുതായി, ഇപ്പൊ 2ാം ക്ലാസ്സിലാ. ഇനി അതൊന്നും നടക്കില്ല ഡോക്ടറെ. പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളില്ല, പ്രശ്നങ്ങളെ ധൈര്യത്തോടെ നേരിടണം. ധൈര്യം വെക്കാനുള്ള എന്തെങ്കിലും മരുന്നുണ്ടോ ഡോക്ടർ? മരുന്നോ? മനസ്സാണ് ഏറ്റവും വലിയ മരുന്ന്. ഇത് കൗൺസിലിംഗ് കൊണ്ട് ശരിയാക്കാനുള്ളതേ ഉള്ളൂ. ധൈര്യമായിട്ടിരുന്നുള്ളൂ. ധൈര്യം ഇല്ലല്ലോ ഡോക്ടർ. എന്നാ പിന്നെ ചുമ്മാ ഇരുന്നാ മതി. രാഷ്ട്രീയ കാപാലികന്മാരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ ജില്ലാ സെക്രട്ടറി MS മേനോന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് കടകമ്പോളങ്ങൾ അടച്ച് ഹർത്താൽ ആചരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. കർത്താവേ, ഹർത്താല്! ഞാൻ അപ്പഴേ പറഞ്ഞ വേണ്ട വേണ്ടെന്ന്. ഇന്ന സമയത്ത് ഞാൻ കണ്ടില്ല, അപ്പൻ എന്നെ കൊല്ലും. ഏത് സമയത്ത്? ആ കുഞ്ഞാട് എങ്ങോട്ടാ പോയത്? എന്നോടൊന്നും പറഞ്ഞില്ല. എന്താ ജോണിക്കുട്ടി? ഏയ് ഒന്നുമില്ല. അവരെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? ആരെ കുറിച്ച്? അല്ല, ഒരു കരക്കമ്പി കേട്ടായിരുന്നു, സോളമനെ അവിടുത്തെ കൊച്ചിനെയും കാണാനില്ലാന്ന്. വല്ലവനും പറയുന്നിട്ട് വേണ്ടാതിനും പാടി കിടന്നുണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ജീപ്പ് എടുത്ത് ഇങ്ങനെ പരക്കം പായുന്നത്? നിന്റെ അമ്മച്ചിക്ക് സംബന്ധം ആലോചിക്കാൻ അറിയണോടാ. കോൺവെന്റിൽ പോയ പെങ്ങളെ കുറിച്ച് വല്ല അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ വിവരം അറിയുന്നേ. അറിയും. ഹർത്താലിൽ പരക്കിയ ആക്രമണം. കൊല്ലപ്പെട്ട MS മേനോന് അനുശോചനം രേഖപ്പെടുത്തി നടത്തിയ ഹർത്താലിൽ വ്യാപകമായ കല്ലേറും അക്രമവും. ജോണിക്കുട്ടി, നിങ്ങളുടെ പെങ്ങള്. ബസ് യാത്രക്കാരിയായ യുവതിക്ക് കല്ലേറിൽ ഗുരുതരമായ പരിക്ക്. ആ ദാരുണ ദൃശ്യം കണ്ട് കൂടെയുള്ള സുഹൃത്തായ യുവാവ് കുഴഞ്ഞു വീണു. ജോണിക്കുട്ടി, ഇനി നാട്ടുകാരറിയോന്നുള്ള ചമ്മല് വേണ്ട. ടൗണിൽ ആശുപത്രി ചെന്നാൽ 2നെയും കൈയോടെ പൊക്കാം. എന്നിട്ട് മാന്യമായിട്ട് അവരുടെ കല്യാണം നടത്തി കൊടുക്കുക. അയ്യോ, വണ്ടിയും പോയി. അവരിങ്ങോട്ട് വരണ പോലെ തോന്നുന്നുണ്ടല്ലോ. കുറച്ചങ്ങോട്ട് മാറി നിൽക്ക്. നിനക്ക് മാറിയെന്നൂടെ? എന്റെ കൈയും കാലം അനങ്ങണില്ല. പറഞ്ഞപ്പോഴേക്കും മാറിക്ക. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? ഇങ്ങോട്ട് വേണ്ട, അവളൊന്നും ചെയ്യരുത്. ഇങ്ങോട്ട് വരാൻ. ജോൺകുട്ടി, വേണ്ടോ? അയ്യോ, എന്റെ കുഞ്ഞിന്റെ തലല്ലേ ജോണിക്കുട്ടി. എന്റെ കുഞ്ഞിനൊന്നും ചെയ്യരുത്. അപ്പ ചെയ്യല്ലേ.
അപ്പനെ ചെയ്യല്ലേ. അയ്യോ കുഞ്ഞിനെ തല്ലാടാ. ഇനി നിന്റെ നിഴൽ അവളുടെ ദേഹത്ത് വീണ കുടുംബത്തോടെ കത്തിച്ചു കളയും ഞാൻ, കേട്ടോടാ. വാടാ. അപ്പനെന്തിനെ തടയാൻ വന്നേ? അവരെന്നെ തല്ലിച്ച് പോവൂലേ? ഒരു കുർബാന കഴിഞ്ഞ ആളുകൾ പോണ പോലെ കണ്ടാ പോരായിരുന്നോ? ആ സാറേ, ഒരാഴ്ചയായിട്ട് പെട്ടി ഒന്നും അനങ്ങിട്ടില്ല, ഒന്ന് സഹായിക്കും സാറേ. ഒന്ന് പോടോ. അത്യാസന്ന നിലയിലാണെന്ന് തോന്നുന്നു. ക്രിസ്ത്യാനിയാണല്ലേ? അതെ. എന്താ? അല്ല, ഹൈറ്റ് ഒരു 5'2" കാണായിരിക്കും അല്ലേ? കാണും. ഹാർട്ടുണ്ട്. അവന്മാര് കണ്ണി ചോരയില്ലാതെ ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ. എന്റെ മക്കളായാലും ശരി, പോലീസിൽ കേസ് കൊടുക്കണം. അല്ലേ മേരി? എന്നിട്ട് വേണം ജോണിക്കുട്ടി ഇനിയും വന്ന് തല്ലാൻ. എനിക്കിതൊക്കെ ശീലായി. അടി കൊണ്ട് ദേഹം മുഴുവൻ തഴമ്പാ. അപ്പന്റെ കാര്യം ആലോചിക്കുമ്പോഴേ സങ്കടമുള്ളൂ. ഓ, എന്താ ലോനപ്പാ കഴുകനെ പോലെ ഇവിടെ ചുറ്റിത്തിരിഞ്ഞ് നടക്കണേ? എന്നാലും മക്കള് ജീവിതത്തിൽ കടന്ന കൈയായി പോയിട്ടിച്ചാ. അത് തന്നെയാണ് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവരെ ശരിക്കും ശകാരിച്ചു. ഇളയവൻ റോയിച്ചൻ കരഞ്ഞില്ലാന്നേ ഉള്ളൂ. ചെയ്തത് അബദ്ധമായി പോയി എന്ന് അവർക്ക് മനസ്സിലായി. ഇവരോട് വന്ന് മാപ്പ് പറയാതെ ഒരുത്തനും ഒരു തുള്ളി ബ്രാൻഡി കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോ അവസാനം 3 പേരും വന്ന് മാപ്പ് പറയാതെ സമ്മതിച്ചു. ആ ദേ പോക്കികൾക്ക് 100 ആയുസ് അതേ വരുന്നു. മാപ്പ് പറഞ്ഞോളൂ. എടാ നായിന്റെ മോനെ, അയ്യോ, എന്തോ നിന്നോട് കുറച്ച് കാര്യങ്ങളോട് പറയാനാ ഞങ്ങളോട് വന്നത്. എന്താ ജോണിക്കുട്ടി മാപ്പ് പറയാന്ന് പറഞ്ഞിട്ട്? ഇനി നീ അബദ്ധത്തിൽ പോലും മേരിയുടെ മുന്നിൽ വന്ന് നിൽക്കരുത്. ഞായറാഴ്ച പള്ളിയിൽ ആദ്യത്തെ കുർബാനയ്ക്ക് അവള് വരുന്നത്. ആ കുർബാനയ്ക്ക് പോലും നിന്നെ കണ്ടുപോരുത്. കുർബാന മുടക്കുന്നത് പാപല്ലേ ജോണിക്കുട്ടി? 3ാമത്തെ കുട്ടികളുടെ കുർബാനയ്ക്ക് വന്നോട്ടെ. എനിക്ക് കുട്ടികളുടെ കുർബാന ഇഷ്ടാ. എന്നാ നിനക്ക് നഴ്സറി സ്കൂളിൽ പോയി കൊടുറ പന്നി. കമ്പ്യൂട്ടർ ക്ലാസ്. ആ രാവിലെ 9 മണിക്ക് അവൾ കമ്പ്യൂട്ടർ ക്ലാസ്സിൽ പോകും. 9 മുതൽ 2 വരെ നിന്നെ കവലെ കണ്ടുപോരുത്. പ്രാക്ടീസ് പറഞ്ഞു. വൈകിട്ട് 4 മുതൽ 5 വരെ അവള് വടക്കങ്ങാടിയിൽ കൊയർ പ്രാക്ടീസിന് പോകും. ആ പരിസരത്ത് നിന്നെ കണ്ട. ചുരുക്കി പറഞ്ഞാൽ ഇവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. അതെന്നെ നിനക്ക് മനസ്സിലായില്ല. തല്ലുകൊള്ളാതെ ജീവിച്ചു പോണെങ്കിൽ നീ ഇനി അധികം പുറത്തിറങ്ങണ്ട. ഇതിന് വിരുദ്ധമായി നീ എന്തെങ്കിലും പ്രവർത്തിച്ചാ ലോനപ്പാ ഇവന്റെ അളവിൽ ഒരു പെട്ടി നീ തയ്യാറാക്കി വെച്ചോ. വാടാ. നീ വിഷമിക്കണ്ട. ജോണിക്കുട്ടി എന്ത് വിലക്ക് ഏൽപ്പിച്ചാലും അവളുടെ സ്നേഹം യഥാർത്ഥമാണെങ്കിൽ, അവള് ചതിക്കാത്തവളാണെങ്കിൽ, നിനക്ക് എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും തെറ്റുകളുണ്ടെങ്കിലും അവള് നിന്റെ ജീവിതത്തിലേക്ക് തന്നെ വരും. അവള് ചതിക്കുന്നവളാണെങ്കിൽ വേറെ ഏതെങ്കിലും തെണ്ടി പട്ടി ഏരപ്പ നാറി ശവത്തിന്റെ കൂടെയാണ് പോയിക്കോളും. അതൊക്കെ മോനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും മേരിക്കുട്ടി. പോട്ടെ കപ്പ്യാരേ. രണ്ട് കുഴി കുത്തി ഈ വാഴക്കണ്ണൊക്കെ നടാൻ പറഞ്ഞാൽ ആര് കേൾക്കാനാ? നീ പിന്നെ സംവിധാനം പഠിച്ച് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് മേടിച്ചു കൂട്ടാൻ തീരുമാനിച്ചാണോ? ബ്ലോക്കിൽ നീ വാഴവിത്ത് കൊണ്ടുവച്ചിട്ട് 2 ആഴ്ചയായി. നിനക്ക് അന്ന് കുഴിച്ചു വെച്ചൂടെ? ഒരു തൊപ്പിയും വെച്ചിരിക്കുന്നു. ഇത് സംവിധായകന്റെ തൊപ്പിയാണ്, അല്ലാതെ വാഴ നടുമ്പോൾ വെക്കുന്ന പാളത്തൊപ്പിയല്ല. ഒരു വാഴയ്ക്ക് വളരാൻ നിങ്ങൾ എന്തുമാത്രമാണ് ചെലവാക്കുന്നത്? ഒരു കലാകാരന് വളരാൻ നിങ്ങൾ എന്ത് വാഴയ്ക്കാണ് ചെലവാക്കുന്നത്? എടാ 2 കൊല വിറ്റ കാശാ നിന്റെ തലയിൽ ഇപ്പൊ ഈ തൊപ്പിയായിട്ടിരിക്കുന്നേ. പിന്നെ കൊല എടുത്ത് തലയിൽ വെക്കാൻ പറ്റുമോ? കലയെ കുറിച്ച് സംസാരിക്കുമ്പോൾ കൊലയെ കുറിച്ച് പറഞ്ഞാൽ ഇവിടെ കൊല നടക്കും. എന്തെന്നാ പറഞ്ഞത്? അപ്പൻ എന്നെ കൊല്ലൂന്ന്. ഇതുപോലെ കുഴികൂത്താൻ പറഞ്ഞിട്ട് കേൾക്കാത്തനാ പണ്ട് മൂത്തവനെ ഞാൻ കെട്ടിയിട്ട് തല്ലിയത്. ആ അതോടാ മോൻ ഒളിച്ചോടി പോയില്ലേ? എന്നിട്ട് അപ്പം പഠിച്ചാ പണിയെടുക്കാൻ എന്നെ നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും എന്റെ പണി നോക്കി പോകട്ടോ. അവനോടൊന്നും പറയണ്ട. അവനെ കൊണ്ട് ഈ കുടുംബത്തിന് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുമെന്ന് വിചാരിക്കുകയും വേണ്ട. ഇവനെയൊക്കെ 10 മാസം ചുമന്നു പറ്റതൊക്കെ വെറുതെയാ. അമ്മച്ചി എപ്പോഴെപ്പോഴും ഇങ്ങനെ 10 മാസത്തിന് കണക്ക് പറയല്ലേ? അമ്മച്ചി ഒരു കാര്യം ചെയ്യ്, ഈ കൊട്ടലേക്ക് കയറിയിരിക്കെ. എന്നിട്ട് ഞാൻ എന്റെ അമ്മച്ചും ചുമന്നുകൊണ്ട് ഒരു 12 മാസം ഇങ്ങനെ നടക്കാം. എന്നിട്ട് ആ കണക്ക് അങ്ങോട്ട് വീട്ടാ പലിശ അടക്കാം. വേറെ ഒന്നും വേണ്ട. അധ്വാനമുള്ള കൃഷിപ്പണി നീ ചെയ്യണ്ട. എന്റെ കപ്പ്യാരുപണി എങ്കിലും ഏറ്റെടുത്ത് നിനക്കൊന്ന് നടത്തുകൂടെ? എന്ത്? ഒരു സംവിധായകനായി ഞാൻ വെളുപ്പിന് പോയി മണിയമ്മ കിടന്ന് തൂങ്ങണമെന്നോ? അപ്പനത് എന്നോട് പറയുന്നത് എങ്ങനെ ധൈര്യം തോന്നി? സൂം ലെൻസും ബ്ലോക്ക് ലെൻസും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ ഞാനിത് കിടന്ന് പെടാൻ പാടുപെടാ. അതിന്റെ ഇടയിൽ അപ്പം കപ്പ്യാരുപണിയായിട്ട് വരില്ലേ? വേണ്ട, നീ ഒരു പണിക്കും പോകണ്ട. നീ ഇങ്ങനെ സിനിമയെന്നും സീരിയലും എന്നൊക്കെ പറഞ്ഞു കുടുംബം മുടിച്ച് നടന്നു. ഞാൻ ചത്താലും എന്റെ ചാവുമണി അടിക്കാൻ പോലും നീ പോകരുത്. എന്റെ കർത്താവേ.
ഇങ്ങനെ ഒരു പാഴ്വിത്തിന് നട്ടുവളത്തിന്റെ പ്രായച്ചിത്തമായി ഞാൻ ഏതെങ്കിലും പൊട്ട കണ്ടിട്ട് ചാടിച്ചാവും നോക്കിക്കോ. അമ്മച്ചി, അമ്മച്ചിക്ക് അറിയോ സിനിമയ്ക്ക് വേണ്ടി കടവും ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്ന വില്യം ഫ്രീ സ്ക്രീനിന്റെ കഥ? അവന്റെ ഒരു ഗ്രീൻ പീസ്. അമ്മച്ചിന്റെ സംവിധാനം ഫ്രീസ് ആക്കല്ലേ? എന്റെ സംവിധാനത്തിന് മുഴുവൻ കോഴിക്കാട്ടമായി. എന്റെ അളിയ എത്രയും പെട്ടെന്ന് നല്ലൊരു കാര്യം ഉണ്ടാക്കി പെങ്കൊച്ചിനെ കെട്ടിച്ചയക്കുന്നതാ നല്ലത്. മണ്ടത്തരം പറയാതോടോ. ചെറുക്കന്റെ വീട്ടുകാർ നാട്ടിൽ വന്ന് അന്വേഷിക്കുമ്പോ പെണ്ണ് വേറൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയതാണെന്ന് അറിയില്ലേ? 1-2 കൊല്ലം അങ്ങോട്ട് പോട്ടെ, അപ്പോഴേക്കും നാട്ടുകാർ ഇതൊക്കെ മറക്കും. എടി വെള്ളം ഒഴിച്ചിട്ടില്ല, നീ വേറെ ഒഴിച്ചു. അതെ അതിനല്ല എട്ടിച്ചായ, ഞാൻ അവിടെ മനസ്സ് ചോർത്തിയെടുത്തു. പോയ സ്ഥലമൊക്കെ അവളെന്റെ അടുത്ത് പറഞ്ഞു. വേറെ ഡ്യൂപ്ലിക്കേഷൻ ഒന്നും നടന്നിട്ടില്ല. ആ ചെറുക്കൻ ടൗണിൽ സൈക്കിൾ ചവിട്ടിസ്റ്റിനെ കാണിക്കാൻ കൊണ്ടുപോയതാ. ഈ ഭ്രാന്തിനൊക്കെ ചികിത്സിക്കുന്ന സൈക്കിൾ ചവിട്ടിസ്റ്റേ. അപ്പൊ ആ കുഞ്ഞാടിന് ഭ്രാന്തുണ്ടോ? ഒരു കാര്യം പറഞ്ഞേക്കാം, അവനെ മനസ്സിൽ നിന്ന് വേരോടെ അങ്ങ് പിഴുത് കളഞ്ഞേക്ക്. അതാ നിനക്കും അവന് നല്ലത്. അല്ലെങ്കിൽ എന്റെ തല്ലുകൊണ്ട് അവൻ വഴി കിടന്ന് ചാകും. തിരിച്ചടിക്കില്ലെന്ന് ഉറപ്പുള്ള ഒരാളെ തല്ലുന്നത് അത്ര വലിയ ആണത്തൊന്നല്ല. ഇനി ഇച്ചാൻ അവനെ തല്ലിക്കൊന്നാലും കുറച്ചു കാലം കഴിഞ്ഞ് എല്ലാം മറന്ന് ഞാൻ വേറൊരുത്തന്റെ കൂടെ പോർക്കൊന്നും വിചാരിക്കണ്ട. എവള് സ്ഥിര സീരിയല് കാണുന്നുണ്ട്. ഇത്ര നേരായിട്ടും അപ്പനെ കാണാനില്ലല്ലോ സോളമ. ഇനി പറഞ്ഞ പോലെ വല്ല അബദ്ധവും കാണിച്ചോ? ചുമ്മാ വേണ്ട അതിനും പറയാതിരി. ആ ടോർച്ച് എടുത്ത് കിണറിന്റെ ഭാഗത്തൊന്ന് നോക്കിയ സോളമ. പറഞ്ഞ കേട്ടില്ലടി, പോയി നോക്കൂ. ചേട്ടനോടല്ലേ പറഞ്ഞേ? നിങ്ങള് പുലി പോലത്തെ 3 പെണ്ണുങ്ങൾ ഇവിടെ ഉള്ളപ്പോ ഈ രാത്രിയിലെ ഒറ്റയ്ക്ക് ഞാൻ തന്നെ ഇരുട്ടത്ത് പോയി നോക്കണോ അല്ലേ? നിങ്ങളെ ആളുകൾ കൊള്ളാലോ. വാ അമ്മച്ചി, നമുക്ക് പോയി നോക്കാം. അത് ശരി, അപ്പൊ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോകാനുള്ള പരിപാടിയാ? എല്ലാവരുടെ അപ്പനാവുമ്പോ ഒരുമിച്ച് പോയാ മതി, അതാണ് മര്യാദ. ഇവരെന്താ ഒറ്റയ്ക്കാക്കി എന്നെ പാഠം പഠിപ്പിക്കുക? പ്രത്യേകിച്ച് രാത്രിയില് നമ്മൾ എവിടെ പോയാലും ഫാമിലി ആയിട്ടേ പോകാവൂ. ഒരു അക്ഷരം മിണ്ടരുത് നീ. കല്ലുമ്മ തട്ടി മുഖം അടിച്ചോണ എന്റെ അമ്മച്ചേ അങ്ങനെ മിണ്ടാമോ? കഷ്ടം. ഒന്ന് മിണ്ടാതിരിക്കേട്ടാ. ആ ടോർച്ച് ഒന്ന് ശരിക്കടിച്ചേ. അപ്പാ അപ്പാ, ആരൊക്കെ വന്നിരിക്കണേ നോക്കിയേ. അമ്മച്ചി, അപ്പനെ കിണറ്റിലില്ല. നമുക്ക് അമ്മയുടെ കിണറ്റിലൊന്ന് പോയി നോക്കിയാലോ? അടിയിലെ ദൂരം വഴി അങ്ങോട്ട് പോയിണ്ടെങ്കിലോ? അമ്മച്ചി, അപ്പൻ കിണറ്റിലുണ്ട്. താഴേക്ക് പോയിട്ടില്ല, തൂങ്ങിക്കിടക്ക. സിസിലി, നീ ചായ പീന്ന വട കൊടുത്തിട്ടോ? എന്നാലും പറഞ്ഞ പോലെ ചെയ്തു. അമ്മച്ചിക്ക് അറിയില്ല, ഒന്നും പറ്റിയിട്ടില്ല. അപ്പാ സൂക്ഷിച്ച് പിടിവിടല്ലേ, വടം എല്ലാം ഇറക്കി തരാം. അമ്മച്ചി ഇങ്ങനെ കരയില്ലേ? മാറി പോരട്ടെ. അപ്പനെന്താ ഭാര? എന്താ? ഞങ്ങളുടെ അപ്പ കെട്ടിപ്പോയി. അപ്പൊ ഞാനാരാ? അതാ അപ്പൻ കരയില് നിക്കണു. അപ്പൊ അപ്പൻ കെട്ടി ചാടിയില്ലേ? എന്താ ചാറണോ? വേണ്ട. അപ്പൊ കിണറ്റി കിടക്കണ അപ്പനെ ഏതാണാവോ? ആരായാലും പിടിച്ചു കയറണ്ട. അപ്പാ അല്ല, ആരാ? പിടിച്ചോ, പിടിച്ചേറ്റ് അപ്പം താഴെ പോവല്ലേ? പേടിക്കണ്ട പേടിക്കണ്ട, ഞാൻ ആരെ ഉപദ്രവിക്കുന്ന ഒരു ടൈപ്പ് അല്ല. കിണറ്റിൽ വീണ താങ്കളുടെ ജീവൻ രക്ഷിച്ച ആൾക്കാരായി നിൽക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചത് ഞാൻ തന്നെയാ. ഇവിടെ എങ്ങും കണ്ടിട്ടുള്ള ആളല്ലല്ലോ. എങ്ങനെയാ കിണറ്റിൽ വീണത്? എങ്ങനെയാ വീണതെന്ന് വീണ്ടും കാണിച്ച ആള് തട്ടിപ്പോവില്ല അപ്പ. ആട്ടെ, കിണറ്റിന്റെ നടുവിലൂടെ എവിടേക്കാ നടന്നു പോയത്? ഒട്ടനാണോ ഭ്രാന്തനാണോ നമ്മളെ സൂക്ഷിക്കേണ്ട ആളാണ് ടപ്പാ. എന്താ പേര്? വെസ്കണുവിന്റെ നാട് എവിടെയാ? ആൾക്ക് വിശക്കണമെന്നാ പറഞ്ഞത്. ആ ചോറെടുത്ത് കൊടുക്കടി. ബൈ ദ വൈ, കിണറ്റിനടിയിൽ ഓക്സിജൻ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. വിളമ്പി കൊടുക്കാൻ പറ്റി? ഭക്ഷണം കഴിപ്പ് കണ്ടിട്ട് കിണറ്റില് കഴിഞ്ഞ ആഴ്ച വീണാന്ന് തോന്നണോ? അപ്പം വല്ലതും കഴിച്ചാർന്നോ? നമ്മുടെ പശുക്കൾ ഇന്ന് പട്ടിണിയാവുതിരിക്കും ഉറപ്പായി.
അതുകൾക്കുള്ള കഞ്ഞി കാടികളൊക്കെ നമ്മളെടുത്ത് കുടിക്കൂലോ. അതുങ്ങളത് വൈകിട്ടേ കുടിച്ചടാ. വല്ലാത്ത ചതിയായി പോയി. ഇവിടെ ഇങ്ങനെ ഇരുത്തിയാ മതിയാ, എഴുന്നേപ്പിച്ച് വിടണ്ടേ? അതെ, എങ്ങോട്ടാ പോകണ്ടേ? 5 പേർക്കുള്ള ചോറ് ഒറ്റയ്ക്ക് കയറ്റിയതല്ലപ്പാ, ഭാരുണ്ടാവും. തീരെ വയ്യ. ഈ അവസ്ഥയിൽ വിട്ട വല്ല വഴിയിലും മറിഞ്ഞു വീണ് കിടക്കും. പാവം ഈ വരാന്ത തന്നെ കിടന്നോട്ടെ, രാവിലെ എഴുന്നേറ്റ് പോക്കോളും. പുറത്ത് നല്ല കാറ്റായതുകൊണ്ടാട്ടോ വരാന്ത കിടത്തുന്നേ. വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ആളാന്ന് വിചാരിച്ചു എന്ന് വിചാരിക്കല്ലേ. അയ്യോ, തല വെക്കാനായിട്ട് അടുത്ത റെയിൽവേ പാളയിലുള്ളൂ. സിസിലി, ഒരു തലേനെ എടുത്തു കൊടുക്ക. ഓ, അതാണ്. ആരാണാവോ? എന്താ ഇരുട്ട്. കിടന്നോളൂ, ഞാൻ കിടന്നോന്ന് കൂടെ കിടന്ന് നോക്കിയതാ. കാര്യം ചേട്ടാ, എഴുന്നേറ്റ്. എന്താടി? ഇന്നലെ കിണറ്റിൽ വീണ ആളല്ലേ? അയ്യോ, അയാൾ പിന്നെ വീണ? അതല്ല, അയാൾ ചേട്ടന്റെ ബ്രഷ് എടുത്ത് പല്ല് വെക്കുന്നു. കർത്താവേ, അയക്കൊന്നും പറ്റല്ലേ. എന്റെ സ്വന്തം ബ്രഷാ, തേച്ചോളൂ. വെച്ചോളൂ, എന്നും തേക്കുമ്പോ എന്നെ ഓർത്താ മതി. ഈ നേരമായിട്ട് ഇയാള് പോയില്ലേ? എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞുവിട്. ആനെ കുളിയും കഴിഞ്ഞ ഞാനിവിടെ ഭയങ്കര ഫേമസ് ആണ്. MG സോളമൻ എന്ന് പറഞ്ഞ കൊച്ചുകുട്ടികളെ ഓടിച്ചിട്ടടിക്കും. അല്ല, കൊച്ചുകുട്ടികളെ അറിയും. എന്റെ തെരുവിന്റെ നൊമ്പരം എന്ന കുട്ടികളുടെ ചിത്രം ഇറങ്ങിയിരുന്നെങ്കിൽ ഞാനിപ്പോ എവിടെ എത്തേണ്ടതാ? ഇപ്പൊ തെരുവ് തന്നെ ആയിപ്പോയി. അഹങ്കാരം പറയല്ല കേട്ടോ. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഹോ, എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ് നിന്നു. കർത്താവേ, എനിക്ക് വിലക്കെളിപ്പിച്ചിരിക്കുന്ന സമയാ. ഞാൻ മറന്നുപോയി. 1 മിനിറ്റ് നിൽക്കണേ, ഞാനിപ്പോ വരാം. ഞങ്ങളുടെ പോവാ. ആ ചാണക്കുഴി ചാടിയാലോ. ഇവിടെ ഇരിക്കാം. എന്താണോ യുവതികളെ കണ്ടിട്ടില്ലേ? വേണ്ട. അത് ശരി, കൽപ്പന ലംഘിച്ച് മുന്നേറാണ് പതുങ്ങിയിരിക്കാണല്ലേ? നിന്നെ ഞാൻ കാണിച്ചു തരാം. അവിടെ നടക്കണേ ഇങ്ങോട്ട്. ഞാൻ ഒളിച്ചിരുന്നതല്ല, മൂത്രം ഒഴിക്കായിരുന്നതാ. സംശയം ഉണ്ടെങ്കിൽ വന്ന് നോക്ക്. ഇവിടെ കഴിക്കാൻ എന്തെങ്കിലും കൊടുക്ക്. എന്താ വേണ്ടത്? ഞാൻ എടുത്തോളാം. എടുത്തോളാന്നാ? കുളിക്കാൻ പോണോ? നിനക്കൊന്നും വേണ്ട സോളമ? ബാക്കി എന്തെങ്കിലും ഉണ്ടാവോ നോക്കട്ടെ. ഇപ്പൊ 1 ഗ്ലാസ് വെള്ളം മതി. പുട്ടുമായിട്ട് വല്ല ശത്രുതയുണ്ടോ? കഴുത്ത് പിടിച്ച് ഞെരിക്കണ പോലെ. അവളെ കാണരുതെന്ന് പറഞ്ഞാൽ നീ കാണുമല്ല. അവിടെ നിൽക്കണം. ഞാനായിട്ട് കണ്ടതല്ല, ഞാൻ ഒളിച്ചിരുന്നതാ. അവരായിട്ട് കണ്ടതാ. നിനക്ക് മനസ്സിലാവില്ലേ? ഇവിടെ വേണം. അങ്ങോട്ട് മാറി. കർത്താവേ, താഴെയും കുഴിയാണല്ലോ. അടിച്ചോ അടിച്ചോ. കുളിക്കടവിൽ അമ്മൂമ്മമാരെ വരെ കുളിച്ചും കാണുന്നവരെ അടിച്ചോ 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 അടിച്ചോ. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി.
കേന്ദ്രം പോയി. വേണ്ട വേണ്ട. എന്നോട് കളിച്ച് ഇങ്ങനെ ഇരിക്കും. ജീവൻ വേണമെങ്കിൽ ജീപ്പെടുത്തിട്ട് പോടാ. വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോ എവനൊക്കെ തലേക്കറി. ആവശ്യത്തിന് കഴിച്ചോട്ടോ. ഇവിടത്തെ പറ്റിയെടുക്കാൻ ഞാൻ അപ്പനെ കൊണ്ട് ലോൺ എടുപ്പിച്ചോളാം. ആവശ്യത്തിന് പറഞ്ഞു എന്ന് വെച്ചാൽ എന്റെ കുടുംബം വിപ്പിക്കൂ. ആരത്? എന്നെ തല്ലേ ചോദിക്കാൻ ആളുണ്ടെന്ന് അവന്മാരൊന്ന് അറിയട്ടെ. നീ കൊട്ടേഷൻ കൊടുത്താണല്ലേ? ഹേ, അങ്ങനത്തെ തറവേലൊന്നും ഞാൻ ചെയ്യില്ല. പിന്നിതാരാ? ഏതായാലും ചങ്ക് പുളപ്പ സാധനം തന്നെ. നിനക്ക് ഈ മുതലിനെ പറഞ്ഞു കിട്ടി. സത്യം പറഞ്ഞ ഇന്നലെ രാത്രി കിട്ടിയതാ. കിണറ്റിന്ന് കിട്ടാൻ ഇതെന്താ തവളെ? ചുമ്മാ നമ്പർ ഇറക്കാതെ സത്യം പറ. ഇനി ഇത് പണ്ട് നാട് വിട്ടുപോയി നിന്റെ ജോസ് ചേട്ടനോ മറ്റോ ആണോ? ജോസ് ആണോ? സത്യം? ചിലപ്പോ വീട് അന്വേഷിച്ച് വരുന്ന വഴിക്ക് കാലേറ്റ് കിണറ്റിൽ വീണാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ പൊന്നുമോനെ നീ രക്ഷപ്പെട്ടു. ഇനി ഒരുത്തനും നിന്നെ തൊടാൻ ധൈര്യം കാണിക്കില്ല. നീ കുഞ്ഞാടാണെങ്കിൽ ഇത് പുലിയാണ്. വിടാതെ പിടിച്ചോ. മണി ഇപ്പൊ പെട്ടിക്കാള് വരും. ഞാൻ ചെല്ലട്ടെ. അതെ, ഒരു കാര്യം ചോദിച്ച സത്യം പറയൂ. ജോസ് എന്നാണ് പേര്? അല്ല, 12-ാം വയസ്സിൽ ഒളിച്ചോടിപ്പോ ഒരു ചേട്ടൻ എനിക്കുണ്ടായിരുന്നേ. ഇപ്പൊ ഏതാണ്ട് ഈ പ്രായം കാണും. ആ ചേട്ടനാണോ ഈ ചേട്ടനെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. എന്തൊന്നും പറയാത്തത്? ഭക്ഷണകാര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോ മാത്രമേ വാ തുറക്കൊള്ളുന്നുണ്ടോ? മറ്റെന്തെങ്കിലും കൂടി പറയൂ. ഉച്ചക്ക് ചോറ് അവിടെ കിട്ടും. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല കേട്ടോ. ഇതെന്റെ ജോസേട്ടനാണോന്ന്. ഇനി അങ്ങനെ അല്ലെങ്കിൽ കൂടി ഞാൻ അങ്ങനെ കണ്ടുപോയി. ഇന്ന് മുതൽ ഇതാണ് എന്റെ ജോസേട്ടൻ. അല്ല, എവിടെ പോണു? ഒരു പണി കിട്ടുമോ നോക്കണം. പിന്നെ പണിയിട്ടം ബെസ്റ്റ് നാടല്ലേ ഇത്? എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പണിയിട്ടണതാ. ജോലി ഇവിടെ ജീവിക്കാൻ എന്നെ ജോലിയുടെ ആവശ്യമൊന്നുമില്ല. ഞാനിപ്പം ജോലി എടുത്തിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. അവിടെ ആകുമ്പോ അമ്മച്ചി വയറ് നിറച്ച് ചോറുണ്ടാക്കി തരും. എന്നെ ആർക്കും ഇഷ്ടാവില്ല. എന്റെ ആർക്കെല്ലാം ഇഷ്ടമായിട്ടാണ് ഞാനവിടെ താമസിക്കുന്നത്. മോനായി പോയില്ലേ? ഒരഡ്ജസ്റ്റ്മെന്റിൽ ഫുഡ് കഴിച്ചിട്ട് അവർക്ക് പറ്റിപ്പോയില്ലേ? ജോസേട്ടൻ എല്ലാവർക്കും ഇഷ്ടാവും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുത്തും. ജോസേട്ടാ വാ. വാ ജോസേട്ടാ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ അന്വേഷിക്കണു. നീ എന്തൊക്കെ പറഞ്ഞാലും ഊരും പേരും അറിയാത്ത ഒരാളെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റുകയില്ല. അയാളിപ്പോ ഇട്ടിച്ചന്റെ മക്കളെ മുഴുവൻ തോപ്പിക്കുമെന്ന് പറഞ്ഞാലും വേണ്ട. അപ്പൊ ഞാനിവിടെ തല്ലുകൊണ്ട് ചാവുന്നതിൽ ആർക്കും ഒരു വിഷമമില്ല. ധൈര്യമില്ലാത്ത എനിക്ക് ധൈര്യമുള്ള ഒരാളെ ദൈവമായിട്ട് കിണറ്റിലിട്ട് തന്നതാ. എന്നിട്ട് നിങ്ങൾ അത് കണ്ടില്ല നടിക്കരുത്. എടാ, ഇവിടെ 2 പെങ്കൊച്ചുങ്ങൾ ഉള്ളതാ. അതിനെന്താ? വന്നിരിക്കുന്ന അന്യനൊന്നല്ലോ. പാതിരാത്രി സ്വന്തം വീട് തേടി വന്നപ്പോ പതക്കോ എന്ന് പറഞ്ഞ് കിണറ്റിൽ വീണു. വലിച്ച് കരപ്പേക്കേറ്റ് ഇട്ടപ്പോ വ്യത്യസ്തനായ ആ മനുഷ്യനെ സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല. ഞെട്ടിപ്പിക്കുന്ന നഗ്ന സത്യ ഞാൻ വഴിയിൽ വെച്ചറിഞ്ഞത്. നീ എന്തൊക്കെയാ പറയുന്നേ? അപ്പനും അമ്മച്ചിയും ആ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. 18 കൊല്ലം മുമ്പ് ഒളിച്ചോടിപ്പോയ എന്റെ ജോസേട്ടനത്. എന്റെ ജോസേട്ടൻ. പണ്ടും ജോസേട്ടൻ ആ പാത്രത്തിന്റെ ഊട്ടേ കൂടി സൂര്യനെ നോക്കുമായിരുന്നു.
ജോസ്മോനാണോ? ശരിയായിട്ടുള്ള ഓർമ്മശക്തിയോ ബുദ്ധിയൊന്നും ഇപ്പൊ ഇല്ല. എങ്ങനെയോ തിരിച്ചു വന്നു. കൂടുതലൊന്നും ചോദിക്കല്ലേ, പിണങ്ങി ഇറങ്ങി പോട്ടോ. സുഖമില്ലാത്ത കുട്ടിയത്. ജോസിന്റെ വലത് കൈമുട്ടിന് മുകളിലായിട്ട് ഒരു കാക്കപ്പുള്ളി ഉണ്ടായിരുന്നു, ഒന്ന് കാണട്ടെ. എന്തോ അപകടം പറ്റി ഓപ്പറേറ്റ് ചെയ്തപ്പോ കയ്യിലെ കാക്കപ്പുള്ളിയൊക്കെ പോയി. പക്ഷെ ജോസ് എന്ന പുള്ളി ഇത് തന്നെയാ. അമ്മച്ചി, ചായക്കടയിൽ പോണ വഴി പണ്ട് സ്കൂളിൽ പോകുമ്പോ എന്നെ ചേർത്ത് പിടിക്കണമല്ലേ പിടിച്ചിട്ട്, സോളൂട്ടാ നിനക്ക് സുഖമല്ലേടാന്ന്. ഓ എന്റെ നെഞ്ചൊന്ന് മിന്നി അമ്മച്ചി. മോനെ, നീ ഞങ്ങളുടെ ജോസ്മൻ തന്നെയാണോ? എന്റെ ജോസ്മോനെ ടച്ച് ചെയ്യാതെ കരഞ്ഞോളൂ അമ്മച്ചി. ദേഹം മുഴുവൻ അഴുക്ക. ഇവിടെ ചാരി അമ്മച്ചി. അതേടെ മക്കളെ, വന്നല്ലോടാ നമ്മുടെ പൊന്നേട്ടൻ. മക്കളെ വാ. പരസ്യമായിട്ട് നമ്മുടെ പിള്ളേരെ തല്ലി ചതച്ചിട്ടും അപ്പച്ചൻ എങ്ങനെയാ അടങ്ങിയിരിക്കാൻ കഴിയുന്നേ? മോനെ ജോണിക്കുട്ടി, ഈ തല്ല് കൊടുക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു പാടുണ്ട്. ഇത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ചിട്ടുള്ളൊരു സാധനമല്ല. ഇത് ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടും കിട്ടാനുള്ള ഒരു സാധനം കൂടിയാണ്. അത് നിന്റെ അനുജന്മാര് ഇഷ്ടം പോലെ വാങ്ങിക്കൂട്ടി. എന്നാലും എന്റെ അളിയ, പിള്ളേരെ തല്ലി ചതച്ചതോ പോട്ടെ, ഇവന്റെ ഡിക്കിയിൽ വരെ തിളച്ച വെള്ളം ഒഴിച്ചില്ലയോ? ആരും അറിയണ്ട ഇവന്റെ മാരേജ് ലൈഫ് ഇനി എന്തോ ആകും. വന്നിരിക്കുന്നവൻ ആ കുഞ്ഞാടിന്റെ ചോരയല്ലേ, പകയുണ്ടാവും. ചെറുപ്പത്തിലെ അവൻ കുഴപ്പക്കാരനായിരുന്നു, സൂക്ഷിക്കണം. ആ സമയത്ത് ഞാനില്ലാതെ പോയതാ കഷ്ടമായി പോയത്. ഭാഗ്യമായി പോയെന്ന് പറ, ഉണ്ടായിരുന്നെങ്കിൽ നിനക്കും കിട്ടിയേനെ. അമ്മയുടെ ആങ്ങളെയാണെന്ന് ഞാൻ നോക്കില്ല. അടങ്ങ് നീയും കൂടി തോറ്റാ നമ്മുടെ മാനം പോവും. മക്കളെ അക്രമത്തിന് വിടുമ്പോഴും അവരുടെ എണ്ണം കുറയാതെ നോക്കേണ്ടത് ഒരു അപ്പന്റെ കടമയാ. അതുകൊണ്ട് പറഞ്ഞതാ, കേട്ടിടത്തോളം വന്നിരിക്കുന്നവൻ ഒരു സാത്താന്റെ ജന്മമാ.